ഇടയപ്പ ട്രിപ്പ് വിത്ത് കൊമ്പന്റെ പാർട്ട് 2 ആണ് കേട്ടോ. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ താഴോട്ട് നോക്കിയാൽ മതി. അവിടെ നമ്മുടെ ആ ഒരു ഫസ്റ്റ് പാർട്ട് വീഡിയോയും കിടപ്പുണ്ട്. അങ്ങനെ നമ്മൾ രണ്ട് വണ്ടികൾ അടുത്തടുത്തിട്ട് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാനായിട്ട് ആൾക്കാരെല്ലാം വന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മുടെ ജിംബ്രു ഡാൻസ് കളിച്ചതിന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആഗിലി ശബരിയും കൂടി. എന്നിട്ട് ആ ഒരു വീഡിയോ കൂടി നമുക്ക് കാണിച്ചു തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് സെറ്റെല്ലാം ഓണാക്കി വണ്ടി എടുത്തു. നമ്മുടെ മുതലാളി തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. ആ ഒരു അപ്പാപ്പന്റെ മുഖത്ത് സന്തോഷം കണ്ടു. അങ്ങനെ നമ്മൾ അവിടെ നേരെ ആളിനെ കൊണ്ടൊന്ന് ഇറക്കിയിട്ട് അടുത്ത മറുപടിന് വേണ്ടിയിട്ട് തിരിച്ച് കൊമ്പന്റെ അടുത്തോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് ഓടിച്ചെത്തിയപ്പോഴത്തേക്ക് അവിടെ നമ്മുടെ വണ്ടിയിലുള്ളതിനേക്കാളും വൈബ്. അപ്പോഴത്തേക്ക് പിന്നെ എല്ലാവർക്കും കൊമ്പന്റെ സെറ്റ് ഇട്ട് കാണണമെന്നായി. അങ്ങനെ നമ്മൾ എല്ലാവരോട് നേരെ പോയിട്ട് കൊമ്പന്റെ സെറ്റ് ഇടാനായിട്ട് പോകണം. അങ്ങനെ കൊമ്പന്റെ വണ്ടിയുടെ സെറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും നമ്മളുടെ വണ്ടിയുടെ ഇട്ട് കാണണമെന്നായി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എല്ലാവരും വിളിച്ചിട്ട് നേരെ നമ്മളുടെ വണ്ടിയിലോട്ട് പോയി. അപ്പോഴത്തേക്ക് മറുപടിന് പോകാനായിട്ട് സമയമായതുകൊണ്ട് നമ്മൾ സെറ്റെല്ലാം ഓഫാക്കിയിട്ട് നേരെ ആൾക്കാരെ കയറ്റി തുടങ്ങി. അങ്ങനെ ആൾക്കാരെല്ലാം എടുത്തിട്ട് നമ്മളത് നേരെ ഇവിടെ നിന്ന് വിട്ടു പോവുകയാണ്. അങ്ങനെ ആളിലേക്ക് കൊണ്ടിറക്കിയിട്ട് ഫുഡ് മേടിച്ചിട്ട് നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവിടെ കൊമ്പനകത്ത് നെയിം ബോർഡൊക്കെ ഇട്ടേക്കുന്നു. അങ്ങനെ കളറാവട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ നെയിം ബോർഡ് അണ്ടർബോഡി ലൈറ്റും കൂടി ഓണാക്കിയിട്ട് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് നേരെ തിരിച്ച് നമ്മൾ ആളിനെ ഇറക്കാനായിട്ട് പോവാം. പിന്നെ നമ്മുടെ ഓണർ സീതക്കായും ക്യാബിനിലുണ്ട് കേട്ടോ. അങ്ങനെ കൊമ്പന്റെ വണ്ടി ഫ്രണ്ടിലും നമ്മളതിന്റെ തൊട്ടുപുറകെയായിട്ട് സെറ്റെല്ലാം ഓണാക്കിയിട്ട് എല്ലാം അടിപൊളിയായിട്ട് നേരെ പുല്ലൂർ വന്നു. അങ്ങനെ നമ്മൾ ആളിനെല്ലാം കൊണ്ടിറക്കിയിട്ട് തിരിച്ച് കൊമ്പന്റെ വണ്ടി നമ്മളുടെ വണ്ടിയും കൊണ്ട് നമ്മുടെ ഗാരേജിലോട്ട് പോകുന്ന വഴിക്കാണ് കൊമ്പൻ ചെറിയൊരു പണി കിട്ടിയത്. നമ്മുടെ സെക്രട്ടറി സ്കൂളിന്റെ താഴെയുള്ള ഒരു അണ്ടർപാസിൽ കൂടെ ഇറങ്ങുന്ന സമയത്ത് കൊമ്പന്റെ വണ്ടിക്ക് തിരിച്ച് കയറാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. അങ്ങനെ നമ്മളുടെ വണ്ടി നമ്മളോട് നിർത്തിയിട്ട് നമ്മളും കൂടി ഇറങ്ങി വന്നിട്ട് ലാസ്റ്റ് പിന്നീട് കട്ടത്തടിയൊക്കെ വെച്ചിട്ട് ഒരുവിധം കൊമ്പന്റെ വണ്ടി നമ്മളവിടെ നിന്ന് കയറ്റിയെടുത്തു. എന്നിട്ട് നമ്മൾ നേരെ അവിടെ നമ്മൾ ഗാരേജിൽ വന്നു. ഗാരേജിൽ വന്നിട്ട് ഇനിയിപ്പോൾ രണ്ട് വണ്ടികളുടെ വാഷിംഗ് ടൈം ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഓൾറെഡി ലെങ്ത് കൂടി പോയതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. അങ്ങനെ നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം കഴുകിയിട്ട് സെറ്റാക്കി. പിന്നീട് കൊമ്പന് നാളെയും ഇവിടെ നിന്ന് ഏരിയയിൽ നിന്ന് തന്നെയാണ് ഓട്ടോ ഉള്ളത്. കൊമ്പൻ വണ്ടി തിരിച്ചു പോകുന്നില്ല. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. മാക്സിമം എല്ലാവരും ചാനൽ ഫോളോ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.